എല്ലാം പറഞ്ഞു. നോമ്പുകാലത്തിൽ നമ്മുടെ വലിച്ചന്മാരുടെ പരിവാരത്തിൽ വന്നു നിൽക്കുകയാണ്. മിശിഹായോട് അനുരൂപരാകാനുള്ള നമ്മുടെ വലിയ പരിശ്രമം പ്രാർത്ഥനയിലൂടെയും ത്യാഗപ്രവൃത്തികളിലൂടെയും സഹോദര സ്നേഹത്തിലൂടെയെല്ലാം മിശിഹായോട് ചേരാൻ, മിശിഹായോട് ഐക്യപ്പെടാനുള്ള ഒരു നിരന്തരമായ പരിശ്രമമാണ് ഈ 50 നോമ്പ് കാലത്തിൽ നടക്കുക. മനുഷ്യ മനസ്സ് എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതാണ്. ലോകാരൂപിക്ക് വിധേയപ്പെടാനുള്ള ഒരു വലിയ ത്വര മനുഷ്യ ആത്മാവിൽ, മനുഷ്യ മനസ്സിലുണ്ട്. വളരെ ബലപ്രയോഗത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ചായ്ക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ നോമ്പുകാല ഉറച്ച തീരുമാനങ്ങൾ, ത്യാഗപ്രവൃത്തികൾ, പ്രാർത്ഥനാ ജീവിതം എല്ലാം നാം നയിക്കുന്നത് ലോകചിന്തകളിൽ നിന്നും, കാഴ്ചപ്പാടുകളിൽ നിന്നും, ലോകാരൂപിയിൽ നിന്നും നമ്മുടെ മനസ്സിനെ കർത്താവിലേക്ക് തിരിക്കാൻ ഉള്ള വലിയ പരിശ്രമമാണ്. മനസ്സിൻ്റെ വഴി അർപ്പിച്ചുകൊണ്ട് മുകളിൽ ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ മുത്തപ്പൻ്റെ അനുഗ്രഹം യാചിക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. നോമ്പുകാലത്തിൻ്റെതായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നാം ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനത്തെക്കുറിച്ചാണ്. അച്ഛനിവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മുടെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ നോമ്പുകാലത്ത്, പ്രത്യേകിച്ചും ഈ കുരിശിൻ്റെ വഴി നാം നടത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മോട് ചോദിക്കേണ്ടത്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മനസ്സുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടാകണം, കൃപയുണ്ടാകണം. ആ കൃപയ്ക്ക് വേണ്ടിയാണ് നാം ഈ കുരിശിൻ്റെ വഴിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അടുത്ത കാലത്താണ് നമ്മൾ അന്വേഷിക്കേണ്ടതും ആ കുറവാണ്. ഞാനതാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ നിന്ന് കയറി പോകുന്ന സമയത്തെല്ലാം നാം ഈ നോമ്പ് കാലത്ത് അന്വേഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ചാണ്. അനേകം തരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും തിന്മയുടേതായ ഒരു ചായ്ച്ചിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. സാത്താൻ്റെതായ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തുമുണ്ട്, ഈ കാലത്തുമുണ്ട്. പലരെയും വഴിതെറ്റിക്കുന്ന രീതികൾ അവനുണ്ട്. പക്കലേക്കുള്ള കയറ്റമാണത്. അത് നിർണായകമായിട്ടുള്ള പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അത് കടന്നു പോകാനായിട്ട് നമ്മെ അവിടുന്ന് സഹായിക്കും. കുരിശിൻ്റെ വഴിയെ നാം കടന്നു പോകുമ്പോൾ ഈശോയുടെ ആ പീഡാനുഭവത്തെ നാം ഈ ദിവസത്തിൽ പ്രത്യേകം ഓർക്കുന്നു. നമ്മുടെ കുറവുകളെയെല്ലാം ആ കുരിശു മരണത്തിൽ കാഴ്ചവെക്കുന്നു.
അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. Allah.